കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച് രാജ്യം ഗതാഗതം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബജറ്റിൽ പ്രത്യേക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. യൂറോപ്യൻ യൂണിയനുമായുള്ള കരാറിന്റെ പശ്ചാത്തലത്തിൽ വിവിധ മേഖലകളിൽ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള പ്രത്യേക പാക്കേജുകൾ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. അതിവേഗ റെയിൽ പദ്ധതി ഉൾപ്പെടെ കേരളത്തിനും പ്രതീക്ഷകൾ ഏറെയാണ്. 2047 ഭാരതത്തെ വികസിത രാജ്യമാക്കി മാറ്റുക എന്ന ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പ്രഖ്യാപനങ്ങളും പദ്ധതികളുമായിരിക്കും കേന്ദ്ര ബജറ്റിൽ ഉണ്ടാവുക എന്ന് വ്യക്തമാണ്. നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമ വികസന പദ്ധതികളിലേക്ക് പണം മാറ്റുന്നതോടൊപ്പം തന്നെ പുതിയ പ്രഖ്യാപനങ്ങളും ഉണ്ടാകും. കുടിൽ വ്യവസായം മുതൽ പ്രതിരോധ മേഖല വരെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ബജറ്റ് പ്രത്യേകം ശ്രദ്ധ നൽകും. സാമ്പത്തിക വളർച്ചയ്ക്ക് അനുസൃതമായി പൊതുജനാരോഗ്യ മേഖലയിൽ പണം ചിലവഴിക്കാനുള്ള തീരുമാനവും ബജറ്റിൽ പ്രതിഫലിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക ഉൽപാദക രാജ്യങ്ങളിൽ ഒന്നായതുകൊണ്ട് തന്നെ കാർഷിക മേഖല കേന്ദ്ര ബജറ്റിനെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. PM കിസാൻ പദ്ധതി പ്രകാരം കർഷക കുടുംബങ്ങൾക്ക് നേരിട്ട് പണം നൽകുന്നതോടൊപ്പം കർഷകരുടെ വരുമാനവും ഉൽപാദനവും വർദ്ധിപ്പിക്കുന്നതിന് പുതിയ പ്രഖ്യാപനങ്ങൾ ഇത്തവണ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. दूसरे क्वार्टर का इस शताब्दी की दूसरे क्वार्टर का ये पहला बजट आ रहा है और वित्त मंत्री निर्मला जी देश की पहली वित्त मंत्री ऐसी है, महिला वित्त मंत्री ऐसी है जो लगातार 9वीं बार देश के संसद में बजट प्रस्तुत करने जा रही है. आत्मविश्वास भरा हिंदुस्तान आज विश्व के लिए आशा की किरण भी बना है, आकर्षण का केंद्र भी बना है. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 5.43 ലക്ഷം കോടി രൂപ റെയിൽവേ മേഖലയ്ക്കായി അനുവദിച്ചിരുന്നു. ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്ടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേഗം പകരുന്ന പ്രഖ്യാപനങ്ങളോടൊപ്പം അതിവേഗ റെയിൽപാത ഉൾപ്പെടെ റെയിൽവേ മേഖലയിൽ കേരളത്തിനും പ്രതീക്ഷകളേറെയുണ്ട്. ട്രാക്കുകളുടെ ആധുനികവൽക്കരണം ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം കാണാനും ബജറ്റിൽ ശ്രമമുണ്ടാകും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ ബജറ്റായതുകൊണ്ട് തന്നെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരുന്ന പ്രഖ്യാപനങ്ങൾ നിർണായകമാകും. ഇതിനോടകം അത്യാധുനിക മിസൈൽ ലോഞ്ചർ ഉൾപ്പെടെയുള്ള പ്രതിരോധ ഉപകരണങ്ങൾ ഭാരതം സ്വന്തമായി നിർമ്മിക്കുന്നുണ്ട്. മുൻപ് എല്ലാ മേഖലയിലും ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന രാജ്യം ഇന്ന് കയറ്റുമതിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമായി മാറുകയാണ്. അതിന് വഴികാട്ടുന്നതാകും ബജറ്റ് എന്ന പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ നടത്തിയത്. ഡൽഹിയിൽ നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.